ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. കുരു ഇല്ലാത്ത പുളി ഒരു 1/4 കിലോഗ്രാം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് ഞാനിവിടെ 100 ഗ്രാമാണ് എടുത്തത്. ശർക്കര 250 ഗ്രാം, പിന്നെ ഉപ്പ് ഒരു 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വറവിനാവശ്യമായ വെളിച്ചെണ്ണ, കടുക്, ചുവന്ന മുളക്. നമുക്കാദ്യം പുളി കുതിരുവാൻ വേണ്ടി ഒരു 4 ഗ്ലാസോളം വെള്ളമൊഴിച്ച് വെക്കാം. പുളിയിഞ്ചി കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ഇളക്കി കൊടുക്കാം. പല സ്ഥലത്തും പല തരത്തിലാണ് പുളിയിഞ്ചി ഉണ്ടാക്കുന്നത്. ആദ്യം വറവ് ഉണ്ടാക്കി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് ഇളക്കി അതിനുശേഷം പുളി പിഴിഞ്ഞൊഴിച്ച് അങ്ങനെ ഉണ്ടാക്കാം. ഞാനിവിടെ വറവ് ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായി തിളക്കുമ്പോൾ ശർക്കരയും ഇതിലേക്ക് ചേർക്കാം. പുളിയിഞ്ചിക്ക് മധുരം അധികം വേണ്ടെങ്കിൽ ഇത്ര ശർക്കര ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാവർക്കും മധുരമുള്ള പുളിയിഞ്ചിയാണ് ഇഷ്ടം, അതുകൊണ്ട് ആണ് ഇത്ര ശർക്കര ഞാൻ ചേർക്കുന്നത്. നന്നായി കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി തിളപ്പിക്കാം. ഇവിടെ കൽച്ചട്ടി ആയതുകൊണ്ട് സ്റ്റൗ ഓഫാക്കിയാലും കുറച്ച് നേരം കൂടി അതിൽ ചൂട് നിലനിൽക്കും. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി ഓഫാക്കാം. ഇനി പുളിയിഞ്ചിക്ക് ആവശ്യമായ വറവ് തയ്യാറാക്കാം. വറവിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുക്, 2 ചുവന്ന മുളക്, കുറച്ച് കറിവേപ്പില എന്നിവയാണ് എടുത്തത്. ഇനി വറവ് പുളിയിഞ്ചിയിലേക്ക് ചേർക്കാം. അവസാനമായി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർക്കാൻ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്